20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ജീനിയസായി വിശേഷിപ്പിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. ഐൻസ്റ്റീൻ്റെ ബുദ്ധിവൈഭവം ലോകം തിരിച്ചറിഞ്ഞതാണ്. എന്നാൽ ഐൻസ്റ്റീൻ ജീനിയസായി വിശേഷിപ്പിച്ചിരുന്നത് ആ ബഹുമതിക്ക് ഏറ്റവും യോഗ്യനായി ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നത്. അത് നിക്കോള ടെസ്ലയാണ്. ആധുനിക ലോകത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന നിക്കോള ടെസ്ലയുടെ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകം 19 വർഷം പിന്നോട്ട് പോകുമായിരുന്നു. അതിബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ എന്നതിലുപരി മാനവരാശിക്കായി സ്വാർത്ഥലാഭം കൂടാതെ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ആദരിക്കപ്പെടേണ്ടതാണ്. നിക്കോള ടെസ്ലയും തോമസ് ആൽവ എഡിസണും സമകാലികരായിരുന്നു. ഇരുവരുടെയും കണ്ടുപിടുത്തങ്ങൾ ലോകത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. അമേരിക്കയെ ഒരു വ്യാവസായിക രാഷ്ട്രമാക്കി മാറ്റുവാനാവശ്യമായ അടിസ്ഥാനം നൽകിയത് എഡിസന്റെ ഡയറക്റ്റ് കറൻസും ടെസ്ലയുടെ ആൾട്ടർനേറ്റീവ് കറണ്ടുമാണ്. വൈദ്യുതിയുടെ വ്യാവസായിക ഉൽപ്പാദനത്തോടെയാണ് മറ്റൊരു വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. കച്ചവട താൽപ്പര്യമില്ലാതെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാക്കി മാറ്റുന്നതാണ് ടെസ്ലയെ എഡിസണിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. 1856 ജൂലൈ 10 ഇന്നത്തെ ക്രൊയേഷ്യയിൽ ഉൾപ്പെടുന്ന സ്മിൽജാൻ ഗ്രാമത്തിൽ ജനിച്ച ടെസ്ല ചെറുപ്പം മുതൽ സ്വപ്നം കാണുന്ന സ്വഭാവക്കാരനായിരുന്നു. അതിസങ്കീർണമായ ശാസ്ത്ര വിഷയങ്ങളെ ഭാവനയിലൂടെ സൃഷ്ടിച്ചിരുന്ന ടെസ്ലയുടെ അസാമാന്യമായ ചിന്താശേഷിയിലൂടെയാണ് കാലാതീതമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. ഇലക്ട്രിക് മോട്ടോറും ജനറേറ്ററും റേഡിയോ തരംഗങ്ങളും വയർലെസ് ആശയവിനിമയ രീതികളും പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ തലങ്ങളൊക്കെ അദ്ദേഹം ഭാവനയിലാണ് ആദ്യം കണ്ടത്. പിന്നീട് അവയൊക്കെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. ലോകത്തെ പ്രകാശിപ്പിച്ചയാൾ എന്ന വിശേഷണമാണ് ടെസ്ലയ്ക്കുള്ളത്. 1884 ആണ് അദ്ദേഹം അമേരിക്കയിലെത്തുന്നത്. എഡിസന്റെ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ടെസ്ല. വൈദ്യുതോൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയത് ടെസ്ലയായിരുന്നു. ടെസ്ലയുടെ അതിൻ്റെയൊക്കെ ഗുണം അനുഭവിച്ചത് എഡിസൺ ആയിരുന്നു. അർഹമായിരുന്ന പ്രതിഫലം പോലും ലഭിച്ചിരുന്നില്ല. എന്നിരുന്നാലും ടെസ്ല ഓൾട്ടർനേറ്റീവ് കറൻസിൽ തൻ്റെ ഗവേഷണം തുടർന്നുകൊണ്ടിരുന്നു. വ്യവസായിയായ ജോർജ് വെസ്റ്റിംഗ് ഹൗസിനൊപ്പം ചേർന്ന് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് ലോക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത് അമേരിക്കയിലേക്ക് പുറപ്പെടും മുൻപേ ടെസ്ല അത് ഭാവനയിൽ കണ്ടിരുന്നു. 700-ലേറെ കണ്ടെത്തലുകൾ സ്വന്തം പേരിൽ കുറിച്ച ടെസ്ല തൻ്റെ കണ്ടെത്തലുകളെ പക്ഷേ അത് പണം സമ്പാദനത്തിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. റോബോട്ട്സ്, സ്പാർക്ക് പ്ലഗ്, എക്സ്റേ മെഷീൻ, ടർബൈൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ലേസർ ടെക്നോളജി, നിയോൺ ലൈറ്റ്, റിമോട്ട് കൺട്രോൾ, റേഡിയോ, റഡാർ എന്നിങ്ങനെ നിരവധി സാങ്കേതിക വിദ്യകൾക്കും ഉപകരണങ്ങൾക്കും തുടക്കം കുറിച്ചത് ടെസ്ലയുടെ കണ്ടെത്തലുകളിൽ നിന്നാണ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ടെസ്ലയുടെ 17 പേറ്റന്റുകൾ അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചിരുന്നു. നിക്കോള ടെസ്ലയുടെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ ഒന്ന് നോക്കാം. 1888 മുതൽ 1926 വരെ ഏതാണ്ട് ഒരേ ഭാരം തന്നെ ഉണ്ടായിരുന്നു ടെസ്ലയ്ക്ക്. 6 അടി 2 ഇഞ്ച് ഉയരവും 142 പൗണ്ട് അതായത് 64 കിലോഗ്രാം തൂക്കവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപത്തെ പത്രം എഡിറ്റർ ആർതർ ബ്രിസ്ബേൽ വിശേഷിപ്പിച്ചത് ഏതാണ്ട് ഏറ്റവും ഉയരമുള്ളതും പതിവായി ഡെൽമോണിക്കോയിലേക്ക് പോകുന്ന ഏറ്റവും ഗൗരവമുള്ള മനുഷ്യനും എന്നാണ്. ന്യൂയോർക്ക് നഗരത്തിലെ സുന്ദരനും സ്റ്റൈലിഷ് വ്യക്തിത്വവുമായിരുന്നു അദ്ദേഹം. വസ്ത്രധാരണം, ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃത്യത പുലർത്തുക എന്നിവയിലൊക്കെ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ ബിസിനസ് ബന്ധങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ തന്നെ നല്ല നിലയിൽ അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. ഇളം കണ്ണുകൾ, വളരെ വലിയ കൈകൾ, വളരെ വലിയ പെരുവിരൽ ഇവയെല്ലാം ഉള്ളയാളാണെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടെസ്ല നിരവധി കൃതികൾ വായിക്കുകയും പുസ്തകങ്ങൾ സമ്പൂർണ്ണമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി തന്നെ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. നിക്കോള ടെസ്ലയ്ക്ക് 8 ഭാഷകൾ അറിയാമായിരുന്നു.
ടെസ്ലയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ആവർത്തിച്ച് കുറേ അസുഖങ്ങൾ പിടിപെട്ടിരുന്നു. കണ്ണുകൾക്ക് മുന്നിൽ കാഴ്ച മറയ്ക്കത്തക്ക രീതിയിലുള്ള വെളിച്ചത്തിൻ്റെ മിന്നലുകൾ ദൃശ്യമാകുന്ന തോന്നലുണ്ടാക്കുന്ന സവിശേഷമായൊരു രോഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം എന്തൊക്കെയോ ദർശനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് പറയുന്നു. മിക്കപ്പോഴും ഇത്തരം ദർശനങ്ങൾ അദ്ദേഹം കണ്ടുമുട്ടിയേക്കാവുന്ന ഒരു വാക്കുമായോ ആശയവുമായോ ബന്ധപ്പെട്ടിരുന്നു. ചില സമയങ്ങളിൽ അവ അദ്ദേഹം നേരിട്ട ഒരു പ്രത്യേക പ്രശ്നത്തിന് പരിഹാരം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ നിർമ്മാണഘട്ടം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ അളവുകളും ഉൾപ്പെടെ വളരെ കൃത്യതയോടെ ടെസ്ല തൻ്റെ മനസ്സിലത് ആ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ദൃശ്യവൽക്കരിക്കുമായിരുന്നു. ചിലപ്പോൾ ഈ ചിത്രചിന്ത എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അദ്ദേഹം സാധാരണയായി കൈകൊണ്ട് ഡ്രോയിങ്ങുകൾ നിർമ്മിച്ചില്ല, മറിച്ച് ഓർമ്മയിൽ നിന്നും അവ നേരെ പുറത്തു വരികയാണ് ചെയ്തിരുന്നത്. കുട്ടിക്കാലം മുതൽ ടെസ്ലയ്ക്ക് ജീവിതത്തിന് മുമ്പ് സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ച് പതിവായി ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാകുമായിരുന്നു. നിക്കോള ടെസ്ല ആജീവനാന്തം അവിവാഹിതനായിരുന്നു. ഒരിക്കൽ തൻ്റെ ബ്രഹ്മചര്യം തൻ്റെ ശാസ്ത്രീയ കഴിവുകൾക്ക് വളരെയധികം സഹായകമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിക്കോള ടെസ്ല രാത്രിയിൽ 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാറില്ലെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും മിക്കപ്പോഴും തൻ്റെ ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നതിന് മയങ്ങാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബില്യാർഡ്സ്, ചെസ്, കാർഡ് കളി എന്നിവയിൽ ടെസ്ലയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. പലപ്പോഴും ഗെയിമിംഗ് ടേബിളുകളിൽ ഒറ്റയടിക്ക് 48 മണിക്കൂറിലധികം അദ്ദേഹം ചെലവഴിച്ചു. തൻ്റെ ലബോറട്ടറിയിൽ ഒരു അവസരത്തിൽ ടെസ്ല 84 മണിക്കൂർ വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ടുണ്ട്. ടെസ്ലയുമായി ചങ്ങാത്തമുണ്ടായിരുന്ന കെന്നത്ത് സ്വീസി എന്ന പത്രപ്രവർത്തകൻ ടെസ്ല അപൂർവമായി മാത്രമേ ഉറങ്ങുകയുള്ളൂവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് ടെസ്ല വിളിച്ച കാര്യം സ്വീസി അനുസ്മരിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: "ഞാൻ മരിച്ച ഒരാളെ പോലെ എൻ്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ടെലിഫോൺ റിംഗ് എന്നെ ഉണർത്തി. യാന്ത്രികമായി സംസാരിച്ചു. താൽക്കാലികമായി ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു, ഒരു സിദ്ധാന്തത്തെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുന്നു, അഭിപ്രായം പറയുന്നു." പരിഹാരത്തിൽ താൻ എത്തിച്ചേർന്നതായി തോന്നിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ടെലിഫോൺ കട്ട് ചെയ്തു. നിക്കോള ടെസ്ല ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. പാല്, റൊട്ടി, തേൻ, പച്ചക്കറി ജ്യൂസുകൾ ഇവ മാത്രമാണ് അദ്ദേഹം മെയിനായിട്ട് ഭക്ഷിച്ചിരുന്നത്. 1926 ടെസ്ല സ്ത്രീകളുടെ സാമൂഹിക വിധേയത്വത്തെക്കുറിച്ചും ലിംഗസമത്വത്തിനായുള്ള സ്ത്രീകളുടെ പോരാട്ടത്തെക്കുറിച്ചും അഭിപ്രായപ്പെട്ടിരുന്നു. മാനവികതയുടെ ഭാവി റാണിത്തേനീച്ചകൾ നടത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഭാവിയിൽ സ്ത്രീകൾ പ്രമുഖ ലിംഗമായി മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നിക്കോള ടെസ്ല ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായിട്ടാണ് വളർന്നത്. പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം സ്വയം ഒരു യാഥാസ്ഥിതിക അർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നില്ലെന്നും മതഭ്രാന്തനെ എതിർത്തുവെന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിൽ, "എന്നെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം ഒരിക്കലും സൃഷ്ടിക്കപ്പെടാത്തതും ഒരിക്കലും അവസാനിക്കാത്തതുമായ ഒരു മഹത്തായ യന്ത്രമാണ്. എന്നും ആത്മാവിനെ അല്ലെങ്കിൽ ആത്മാവിനെ നാം വിളിക്കുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയല്ലാതെ മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രവർത്തനം അവസാനിക്കുമ്പോൾ ആത്മാവ് അതുപോലെ അവസാനിക്കുന്നു. ജീവിത അന്ത്യം വരെ അവിവാഹിതനായി കഴിഞ്ഞ ടെസ്ലയുടെ അസാമാന്യ ബുദ്ധിവൈഭവവും കാഴ്ചപ്പാടുകളും മാനവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം വിനിയോഗിച്ചു. തൻ്റെ വ്യക്തിപരമായ നഷ്ടങ്ങളെ ഗൗനിക്കാതെ അഹോരാത്രം ലക്ഷ്യത്തിനായി പ്രവർത്തിച്ച ടെസ്ലയുടെ ജീവിതം ജയപരാജയങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒരു വൈദ്യുത ബൾബ് പ്രകാശം ചൊരിയുമ്പോൾ ചിന്തിക്കുക, ഇതിന് കാരണക്കാരനായത് നിക്കോള ടെസ്ല എന്ന മഹാപ്രതിഭയായിരുന്നു എന്ന്. ആധുനിക ലോകത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന നിക്കോള ടെസ്ലയുടെ ജന്മദിനമാണ് ജൂലൈ 10. 1856 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം ജനുവരി 7, 1943.